ഇമെക്സ് ഫാമിലിയിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ് രവീന്ദ്രൻ, ഇമെക്സ് ഫണ്ടമെൻ്റൽ ട്രേഡ്സ് മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്ന് 8/11/2020 പേ ഔട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡിൽ വരുന്നത്. നിങ്ങൾക്ക് ഇന്ന് അയക്കുന്ന പേയ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിലെ പേയ്മെൻ്റ് ആയിരിക്കും. അതും പുതിയ ആളുകളുടെ 21/9/2020 ശേഷം ചെയ്തിട്ടുള്ള പുതിയ എൻട്രികളുടെ പുതിയ ആളുകളുടെ പേയ്മെൻ്റ് ആയിരിക്കും ഇന്ന് സ്റ്റാർട്ടിങ് നമ്മുടെ കമ്പനി അയക്കുക. അതുപോലെ തന്നെ പഴയ ആളുകളുടെ പേയ്മെൻറ്റുകൾ നമ്മുടെ CMS സംവിധാനം ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാങ്കിൽ എല്ലാവരുടെയും ബെനിഫിഷ്യറി ആയിട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ടോട്ടൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടോ അവർക്കെല്ലാവർക്കും ഇന്ന് ₹1 വെച്ചിട്ട് അതൊരു ആക്ടിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് എന്തിനു വന്നു, ഇത്ര കുറവ് വന്നു എന്ന് തോന്നേണ്ടത് ആക്ടിവേഷൻ്റെ ഭാഗമായിട്ട് മാത്രം വരുന്ന എമൗണ്ടാണ്. നിങ്ങളുടെ അക്കൗണ്ട് ക്ലിയർ ആണോ, നിങ്ങളുടെ IFSC കോഡ് കറക്റ്റ് ആണോ എന്നറിയുന്നതിനും അതുപോലെ തന്നെ ബെനിഫിഷ്യറി ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമൗണ്ട് അയക്കുന്നത്. തീർച്ചയായിട്ടും ₹1 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ IFSC കോഡോ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ CMS കിട്ടിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് പഴയ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് അയക്കാൻ സാധിക്കണം. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുക ഉച്ച കഴിഞ്ഞിട്ടാണ്. ബാങ്ക് മാനേജർ അറിയിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയായിരിക്കും വരിക. അത്തരം കാര്യങ്ങളിൽ ടെൻഷൻ വേണ്ട. ഡോക്യുമെൻറ്റേഷൻ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്യുമെൻ്റാണോ ബാങ്കിന് വേണ്ടത് അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ടെൻഷനൊന്നും വേണ്ട. പഴയ ആളുകൾ ഇപ്പോൾ അവരുടെ പിൻ വാലറ്റ് ഉപയോഗിച്ചിട്ട് ഒരു പുതിയ എൻട്രി അടിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും അവരുടെ പേയ്മെൻറ്റുകൾ സാധാരണ പോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വരും. അതിനൊരു മുടക്കും വരുന്നതല്ല. പുതിയ ആളുകളുടെ എല്ലാ പേയ്മെൻറ്റുകളും, പുതിയ ഏതൊരു എൻട്രി വന്നാലും അവരുടെ എല്ലാ പേയ്മെൻറ്റുകളും സാധാരണ വരുന്ന പോലെ എല്ലാ തിങ്കളാഴ്ചകളിലും വരുന്നതാണ്. എന്നാൽ പഴയ ആളുകളുടെ നിങ്ങൾക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള പെൻഡിങ് എമൗണ്ടുകൾ തീർച്ചയായിട്ടും നമ്മുടെ CMSലേക്ക് ക്യാഷ് അയക്കുന്ന ആ സാഹചര്യത്തിലാണ് നമുക്ക് അയക്കാനായിട്ട് സാധിക്കുക. അത് ഈ ആഴ്ചയിൽ തന്നെ പേയ്മെൻറ്റ് നമുക്ക് അയക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. അതായത് നമ്മുടെ ബാങ്കിലേക്ക് അയക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് അത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവർക്കും നമുക്കറിയാവുന്നതാണ്. പല ആളുകൾക്കും ക്യാഷ് അയച്ചിട്ടും പലർക്കും വന്നിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല എന്നുള്ള പരാതികളുണ്ട്. അത്തരം കാര്യങ്ങളും കൂടി പരിഹരിക്കുന്നതിലേക്കായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ₹1 വരുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്നും, കമ്പനിയുടെ CMS ഓപ്പണായ ബാങ്കിൽ നിന്നുമാണ് നമ്മൾ അയക്കുന്നത്. അത് വരാത്തവർ തീർച്ചയായിട്ടും അവരുടെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ സപ്പോർട്ടിൽ വന്ന് നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ പഴയ ആളുകളുടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും ഉച്ച കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ്. ഇന്ന് മോർണിംഗിൽ നമ്മൾ അയക്കുന്നത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ടോട്ടൽ കസ്റ്റമേഴ്സിന് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പേയ്മെൻറ്റ് ₹1 വെച്ചിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് വരും. അത് വരാത്ത അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അയക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ പുതിയ ആളുകളുടെ 21/9/2020 ശേഷം എൻട്രി വന്നിട്ടുള്ള പുതിയ ആളുകളുടെ പേയ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞ ആഴ്ചയിലെ പേയ്മെൻറ്റ് നമ്മൾ അയക്കുന്നതാണ്. അതിൻ്റെ തൊട്ടുപുറകെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ പഴയ ആളുകളുടെ, അതായത് 21/9/2020 മുന്നുള്ള ആളുകളുടെ പേയ്മെൻറ്റുകൾ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് അയക്കാൻ സാധിക്കുക. CMSലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയാൽ ഒറ്റ പേയ്മെൻ്റ് ആയിട്ടും നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. പരമാവധി നിങ്ങൾ പിൻ വാലറ്റിൽ നിന്നും പിന്നെടുക്കാൻ കമ്പനി പറയുന്നത് കൂടുതൽ ട്രാൻസാക്ഷനുകൾ വരണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻക്വയറികളും കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ ട്രാൻസാക്ഷനുകൾ നിങ്ങൾ അതിൽ കൂടെ ചെയ്യാനാണ് നമ്മളെ കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. കൂടുതൽ ഡീറ്റെയിലുകൾ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് കാര്യങ്ങൾ അറിയിക്കാനായിട്ട് സാധിക്കുക. അത് ബാങ്ക് മാനേജറോട് സംസാരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ആ പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. താങ്ക് യു.